കടം വാങ്ങിയ 10 ദിർഹം മാത്രമാണ് മുത്തുനബിയുടെ കയ്യിലുള്ളത്. തങ്ങൾക്കാണെങ്കിൽ ഒരു പുതിയ കുപ്പായം വാങ്ങുകയും വേണം. തങ്ങൾ അതിനൊരു 4 ദിർഹം എടുത്ത് ഒരു പുതിയ കുപ്പായൊക്കെ വാങ്ങി ഇങ്ങനെ നടന്നു വരികയാണ്. വരുന്ന വഴിയിൽ ഒരു സ്വഹാബിയെ കണ്ടുമുട്ടി. തങ്ങളുടെ ഈ പുതിയ കുപ്പായം കണ്ട് മാത്രമേ അയാൾ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഈ കുപ്പായം എനിക്ക് തരൂ, ഞാൻ തങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ കുപ്പായം ഊരി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് 4 ദിർഹമിന് പുതിയൊരു കുപ്പായം വാങ്ങി. അങ്ങനെ വരുന്ന വഴിയാണ്, വഴിയരികിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. കണ്ടിട്ട് ഒരടിമസ്ത്രീയാണെന്ന് തോന്നുന്നു. തങ്ങൾ അവളോട് പോയി കാര്യം അന്വേഷിച്ചു. ആൾ പറഞ്ഞു, തൻ്റെ യജമാനൻ കൊടുത്തു വിട്ട 2 ദിർഹം നഷ്ടപ്പെട്ടുപോയി. ഇനി ആ 2 ദിർഹം ഇല്ലാതെ തിരിച്ച് അയാളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. തങ്ങൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ആ 2 ദിർഹം അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ കൈ പിടിച്ചുകൊണ്ട് ആ യജമാനൻ്റെ വീട്ടുപടി വരെ ചെന്നിട്ട് അവളെ ഏൽപ്പിച്ചിട്ട് അയാളോട് പറയാണ്, ഇവളുടെ ആവലാതി അയാളോട് ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അവളെ അടിക്കരുതെന്നും അപേക്ഷിക്കുകയാണ്. തങ്ങൾ 10 ദിർഹമായി പോയ തങ്ങൾ 1 ദിർഹം പോലും ബാക്കിയില്ലാതെ തിരിച്ചു വരികയാണ്. പക്ഷേ കൽബ് നിറഞ്ഞാണ് തിരിഞ്ഞു നടക്കുന്നത്. ദാനധർമ്മം പണം കൊടുത്തെങ്കിലും നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റുമെന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്.